കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളവയാണ് കൊക്കക്കോള, ന്യൂട്ടെല്ല, സ്നിക്കേഴ്സ് മുതലായവ. എന്നാൽ എങ്ങനെയാണ് ഇത് ഒരേ രുചിയിലും രൂപത്തിലും നമ്മുടെ കൈകളിൽ എത്തുന്നതെന്ന് നോക്കാം. ന്യൂട്ടെല്ല. കോക്കോ പൗഡർ, ഹസൽനട്ട്സ്, പഞ്ചസാര, പാൽപ്പൊടി, മറ്റു ചേരുവകൾ എന്നിവയുൾപ്പെടെ വിവിധ ചേരുവകളിൽ നിന്നാണ് ന്യൂട്ടെല്ല നിർമ്മിക്കുന്നത്. ന്യൂട്ടെല്ല ഉണ്ടാക്കുന്ന പ്രക്രിയ സൂക്ഷ്മമാണ്. കൂടാതെ അന്തിമ ഉൽപ്പന്നത്തിന് അതിൻ്റെ സിഗ്നേച്ചർ രുചിയും മിനുസമാർന്ന ഘടനയും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുന്നു. കൊക്കോ ബീൻസ് പശ്ചിമ ആഫ്രിക്കൻ മരങ്ങളിൽ നിന്ന് വിളവെടുക്കുകയും ഏകദേശം 10 ദിവസത്തേക്ക് ഉണങ്ങാൻ വിടുകയും ചെയ്യുന്നു. അവ പിന്നീട് കേടുപാടുകൾക്കായി പരിശോധിക്കുകയും അവയുടെ രുചി, അസിഡിറ്റി, കൊഴുപ്പ് എന്നിവയുടെ അളവ് എന്നിവ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. പുറം തോടിൽ നിന്നും നിബുകൾ വേർതിരിക്കുന്നതിന് ബീൻസ് ഒരു വലിയ മില്ലിലൂടെ ഇടുന്നു. കൂടാതെ അവയുടെ സ്വാദും നിറവും വർദ്ധിപ്പിക്കുന്നതിന് നിബുകൾ വറുക്കുന്നു. വറുത്ത നിബ്സ് പിന്നീട് കോക്കോ പിണ്ടമായി പൊടിക്കുന്നു. കോക്കോ കേക്കിൽ നിന്നും കോക്കോ വെണ്ണ വേർതിരിക്കുന്നതിന് അമർത്തുന്നു. കോക്കോ കേക്ക് പൊട്ടിച്ച് കോക്കോ പൊടി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ന്യൂട്ടെല്ലയുടെ അടിസ്ഥാനമാണ്. ഹസൽനട്ട് ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധിക്കപ്പെടുന്നു. കൂടാതെ കേടായ അണ്ടിപ്പരിപ്പ് നീക്കം ചെയ്യുന്നു. ഹസൽനട്ട് പിന്നീട് അവയുടെ സ്വാദും സൗരഭ്യവും കൊണ്ടുവരാൻ ശ്രദ്ധാപൂർവം വറുക്കുന്നു. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് കോക്കോ പൊടിയുമായി സംയോജിപ്പിച്ച് ന്യൂട്ടെല്ലയുടെ പ്രധാന ഘടകം സൃഷ്ടിക്കുന്നു. പാൽപ്പൊടി, സോയലെസ്തിൻ, വാനിലിൻ തുടങ്ങിയ മറ്റ് ചേരുവകളും ന്യൂട്ടെല്ലയ്ക്ക് മിതൃത്വവും സുഗന്ധവും നൽകുന്നതിന് ചേർക്കുന്നു. കൊക്കക്കോള. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ശീതള പാനീയമാണ് കൊക്കക്കോള. ഇതുപോലെ ഒട്ടനവധി പാനീയങ്ങളും നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. മിക്സിംഗ്, കാർബണേഷൻ, ബോട്ടിലിംഗ്, ഗുണനിലവാര നിയന്ത്രണം എന്നിവ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിലാണ് കൊക്കക്കോള നിർമ്മിക്കുന്നത്. കൃത്യമായ അനുപാതത്തിൽ ഉയർന്ന ഫ്രക്ടോസ് കോൺ സിറപ്പ്, കാരമൽ കളർ, കഫീൻ, ഫോസ്ഫോറിക് ആസിഡ് തുടങ്ങിയ ചേരുവകൾ ചേർത്ത് ഒരു സിറപ്പ് ഉണ്ടാക്കുന്നു. സിറപ്പ് പിന്നീട് വലിയ മിക്സിംഗ് ടാങ്കുകളിലേക്ക് മാറ്റുന്നു. അവിടെ അത് വെള്ളത്തിൽ ലയിപ്പിച്ച് നിരന്തരം ഇളക്കിവിടുന്നു. പാനീയത്തിന്റെ സ്വഭാവ സവിശേഷതകളായ ഫൈസും കുമിളകളും സൃഷ്ടിക്കാൻ കാർബൺ ഡയോക്സൈഡ് സമ്മർദ്ദത്തിൽ മിശ്രിതത്തിലേക്ക് ചേർക്കുന്നു. എല്ലാ പ്രൊഡക്ഷൻ സൈറ്റുകളിലും സ്ഥിരത ഉറപ്പാക്കാൻ കാർബണേഷൻ പ്രക്രിയ ശ്രദ്ധാപൂർവം നിയന്ത്രിക്കപ്പെടുന്നു. മിശ്രിതം പിന്നീട് വൃത്തിയുള്ള പാത്രങ്ങളിലേക്ക് പാക്ക് ചെയ്യുന്നു. അവ ഹെർമെറ്റിക്കലി സീൽ ചെയ്യുകയും ലേബൽ ചെയ്യുകയും കോഡ് ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഗ്ലാസ് ബോട്ടിലുകൾ ബോക്സുകളിൽ വെക്കുന്നു. അതേസമയം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഗ്ലാസ് ബോട്ടിലുകൾ, PET കുപ്പികൾ, ക്യാനുകൾ എന്നിവ മൾട്ടി പാക്കുകളിൽ ഇടുന്നു. അന്തിമ ഉൽപ്പന്നം പിന്നീട് റീറ്റെയിൽ സ്റ്റോറുകൾ, വെൻഡിംഗ് മെഷീനുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഫുഡ് സർവീസ് വിതരണക്കാർ എന്നിവർക്ക് വിൽക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സ്നിക്കേഴ്സ്. ലോകത്തിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചോക്ലേറ്റാണ് സ്നിക്കേഴ്സ്. അതിൻ്റെ നിർമ്മാണം കാണാം. കോൺ സിറപ്പ്, മുട്ടയുടെ വെള്ള, പഞ്ചസാര, ഉപ്പ് എന്നിവയുടെ ചവച്ച മിശ്രിതം ഫ്രാപ്പ് എന്ന് വിളിക്കുന്ന ഇളം വായുവുള്ള നുരയിലേക്ക് അടിച്ചു മാറ്റുന്നു. പുതിയ നിലക്കടല വെണ്ണയും സുഗന്ധവും സ്റ്റിക്കി മിശ്രിതത്തിലേക്ക് കലർത്തി അത് 165 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പാകം ചെയ്ത് ഐസ് റോളറുകളിലേക്ക് ഇടുന്നു. പിന്നീട് നൗഗട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെൽറ്റിലേക്ക് മാറ്റുന്നു. പുതിയ വറുത്ത നിലക്കടല ഒരു വെണ്ണ കാരമൽ കൊണ്ട് കലർത്തുന്നു. നൗഗട്ടും കാരമൽ ഷീറ്റുകളും തണുപ്പിച്ച ശേഷം പരസ്പരം പാളികളാക്കുന്നു. ലെയേർഡ് മിശ്രിതം ഒരു സ്ലിറ്റർ മെഷീൻ ഉപയോഗിച്ച് നീളമുള്ളതും നേർത്തതുമായ സ്ട്രിപ്പുകളായി മുറിക്കുന്നു. വലിയ സ്നിക്കേഴ്സ് ബാറുകൾക്ക് 4 ഇഞ്ച് നീളവും ഫൺ സൈസ് ബാറുകൾക്ക് 2 ഇഞ്ച് നീളവും നൽകിക്കൊണ്ട് സ്ട്രിപ്പുകൾ വലുപ്പത്തിൽ മുറിക്കുന്നു. അൺകോട്ട് ബാറുകളുടെ അടിയിൽ ക്രീം മിൽക്ക് ചോക്ലേറ്റിന്റെ ഒരു പാളി കൊണ്ട് മൂടിയിരിക്കുന്നു. തുടർന്ന് ഒരു മുഴുവൻ എൻറോളർ ചോക്ലേറ്റ് ഉപയോഗിച്ച് പൂർണ്ണമായും പൂശുന്നു. ശേഷം പ്ലാസ്റ്റിക് പാക്കുകളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്ന 3 കമ്പനികൾ മാത്രമാണ് ഇന്നിവിടെ പരിചയപ്പെട്ടത്. ഇതുപോലെ ലക്ഷക്കണക്കിന് പ്രൊഡക്ഷനുകൾ ഓരോ മിനിറ്റിലും നടക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.